ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓവനിൽ വെച്ച് എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന്. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പിയാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കാം. അതിനായിട്ടൊരു മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റ് വേണം. ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ചിക്കനോ എഗ്ഗോ വെജിറ്റബിളോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് വെള്ളമാണ്. അതൊരു അളവ് പറയുകയാണെങ്കിൽ ഒരു 180 ml ഉണ്ട്. പിന്നെ വേണ്ടത് വെജിറ്റബിൾസാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ചെറിയ പീസ് ക്യാപ്സിക്കവും ചെറിയ പീസ് ടൊമാറ്റോ ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 180 ml. അതിലേക്ക് നമ്മുടെ മാഗി നൂഡിൽസ് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കണം. അപ്പോൾ എന്നാലേ ഇത് വെള്ളത്തിൽ സോക്കായിട്ട് കിടക്കുകയുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. ഈ മാഗി നൂഡിൽസിൻ്റെ കൂടെ ഒരു പാക്കറ്റിൽ അതിൻ്റെ മസാല കിട്ടുമല്ലോ, ആ മസാല നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ സോൾട്ടും ആഡ് ചെയ്യുന്നില്ല, കാരണം ഈ മാഗി നൂഡിൽസിനുള്ള ആവശ്യത്തിനുള്ള സോൾട്ട് ഇതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ടൊമാറ്റോ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സവോള ചേർക്കാം, അല്ലെങ്കിൽ മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ഉള്ളത്, അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നു. എനിക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 പിഞ്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓവനിലേക്ക് വയ്ക്കാം. ഇത് മൂടി വെക്കരുത്, കാരണം നമ്മൾ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ഈ നൂഡിൽസും വെള്ളവും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോകും. മൂടി വെക്കാതെ കുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്ത് പോകാതെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഓവനിൽ 4 മിനിറ്റ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തിളക്കുമെങ്കിലും ഇത് പുറത്തേക്ക് തെറിച്ച് പോവില്ല. നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ എന്തായാലും പുറത്ത് വീഴും. ഞാൻ 2 തരത്തിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മൂടി വെക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോവില്ല. മാഗി എനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് കെറ്റിലാണ് മാഗി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് വെജിറ്റബിളൊന്നുമില്ല, ജസ്റ്റ് മാഗിയും വെള്ളവും മസാലയും മാത്രം. നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് മാഗി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആ ടേസ്റ്റ് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ 4 മിനിറ്റ് വെച്ചതിൽ ഇനി ബാക്കി ഒരു 43 സെക്കൻഡ് കൂടി ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് കഴിക്കാം. ഞാനപ്പോൾ ആ 4 മിനിറ്റ് പൂർത്തിയാകട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഒരു തുള്ളി പോലും പുറത്ത് വീണിട്ടില്ല. പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തെടുത്ത് നോക്കുമ്പോൾ കാണാം ആ നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഒന്നും അങ്ങോട്ടും ഒട്ടാത്തൊരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും സോസ് ഒഴിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തനിയെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്നതിനേലും ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മടി കാണിക്കരുത്. അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.